നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു വളർന്നു നിൽക്കുന്ന ഒരു പറമ്പിലാണ്. ഇത് ഒരു സ്വാഭാവിക വനമല്ല, എങ്കിലും ഒരു സ്വാഭാവിക വനത്തിൻ്റെതായ പ്രതീതി ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. നിലത്തു നിറയെ കരിയിലകൾ മൂടിക്കിടക്കുകയാണ്. മരങ്ങൾക്ക് ഇടയിലൂടെ അരിച്ചിറങ്ങി താഴേക്ക് വരുന്ന സൂര്യപ്രകാശം, മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ ഇത്തരം പച്ചപ്പുകളുടെ മനോഹാരിത അവതരിപ്പിക്കുന്നതിനോടൊപ്പം വനത്തിനെക്കുറിച്ചുള്ള അറിവ് എങ്ങനെ കൃഷിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. വലിയ മരങ്ങൾ മണ്ണിന് ഒരുപാട് ഗുണം ചെയ്യുന്നവയാണ്. ആഴത്തിലേക്ക് ഇറങ്ങുന്ന അതിൻ്റെ വേരുകൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നു. കാറ്റിലും മഴയിലും ഉണ്ടാകുന്ന മണ്ണൊലിപ്പ് തടയുകയും ചെയ്യുന്നു. മരങ്ങളുടെ ചുവട്ടിൽ കരിയിലകൾ മൂടിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞുവല്ലോ. മരങ്ങളിൽ നിന്നും ഇല പൊഴിയുന്നത് നിരന്തരമായ ഒരു പ്രക്രിയയാണ്. ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന കരിയിലകളും ഉണക്കച്ചില്ലകളും വിവിധ ലെയറുകളായി നിലത്ത് നാച്ചുറൽ മൾച്ചിങ് അഥവാ പ്രകൃതിദത്തമായ പുതയിടലായി പ്രവർത്തിക്കുന്നു. കാലക്രമേണ ഇലകൾ അഴുകി മണ്ണിൽ ചേരുമ്പോൾ മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ഠമായി തീരുന്നു. മണ്ണിൽ ചെടികൾ വളരാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. അതുവഴി ചെടികൾക്കും മരങ്ങൾക്കും ആവശ്യമായ വെള്ളം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കളകളുടെ വളർച്ച തടയുകയും മണ്ണിരകളെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു പ്രദേശത്ത് വളരുന്ന ചെടികളും മരങ്ങളും മറ്റ് കാർഷിക വിളകളും അവയോടൊപ്പമുള്ള പക്ഷിമൃഗാദികളും ചേർന്നുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ഭൂവിനിയോഗ സമ്പ്രദായമാണ് കാർഷിക വനശാസ്ത്രം അഥവാ അഗ്രോ ഫോറസ്ട്രി. കൃഷിയിടങ്ങളിൽ വലിയ മരങ്ങൾ ഉണ്ടാവുന്നത് കൃഷിക്ക് സഹായകരമാണ്. അതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ വിശദീകരിക്കുന്നില്ല. പൊഴിഞ്ഞു വീഴുന്ന കരിയിലകളും മറ്റ് ജൈവവസ്തുക്കളും എളുപ്പത്തിൽ ജൈവവളമാക്കി മാറ്റാൻ സാധിക്കുകയും അതുവഴി മണ്ണിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.